ഒരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞിരുന്ന സംഭവം ഇപ്പം ഇല്ലെന്നല്ല, അത് കുറഞ്ഞിട്ടുണ്ട്. ആ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നു. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പോൺ ഇൻഡസ്ട്രി ഉണ്ട്, മറ്റ് അങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഏതൊക്കെയോ വീട്ടിൽ കുട്ടികളുണ്ടെന്ന് കരുതി അതൊക്കെ നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമല്ലേ. ഇന്നും പെണ്ണാണ്, പെണ്ണുങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി കുറേ പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കുറേ കമൻറ്റിൽ തന്നെ കണ്ടാലറിയാം. കാലം മാറുമ്പോൾ പെണ്ണുങ്ങളെ അടിച്ചു താഴ്ത്താൻ വേണ്ടി വന്ന് കമൻറ്റ് ഇടുന്ന പോലെയാണ് പലരും കമൻറ്റ് ഇടുന്നത്. ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഒരു പെണ്ണ് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു 100 ചോദ്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിൻ്റെ ശരീരഘടന ഇങ്ങനെയാണ് എന്ന് അംഗീകരിക്കാൻ പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെ അത് നമ്മുടെ ശരീരഭാഗങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഡാൻസ് കളിക്കുന്നു, അപ്പം ഇതിനകത്തൊന്നും വലിയ സംഭവമുള്ള കാര്യമല്ല. പക്ഷേ എന്തോ പെൺകുട്ടികൾ ഇങ്ങനെ അടിച്ചമർത്തി താഴ്ത്തുന്നത് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ സ്ത്രീകളും ഉണ്ട്. നമസ്കാരം കേരള. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആർട്ടിസ്റ്റും മോഡലുമായ നേഹ റോസാണ്. ഹലോ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഓവറായിട്ട് നമ്മുടെ സൊസൈറ്റി ഇപ്പം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സോഷ്യൽ മീഡിയ ബുള്ളിങ്. അതുപോലെ സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കാം. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര തരത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ് സോഷ്യൽ മീഡിയ ബുള്ളിങ്. മോഡൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? എനിക്കൊരു കാഴ്ചപ്പാടില്ല. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നൊരു കാലഘട്ടം. ഇതിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം ഈസി അവൈലബിൾ ആണ്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിൽ പരദൂഷണം പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ചിലർ പരദൂഷണം, ചിലർ പറയുന്ന അവരുടെ അഭിപ്രായം, അവർ പറയുന്നത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ, അവർ പറയുന്നത് ശരിയാണെന്ന് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ പറയുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് മാറി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഈസിയാണ്. പണ്ട് നമ്മളോട് പഠിച്ചവരെ ഈസിയായിട്ട് കാണാൻ പറ്റുന്നു, അങ്ങനെയൊക്കെയുള്ളൊരിതാണ്. നമ്മൾക്ക് ഉള്ളപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്, പഠിച്ചപ്പോൾ തന്നെ. പക്ഷേ അതല്ലാതെ കുറച്ചുകൂടെ പ്രായമുള്ള ആളുകൾക്ക് അപ്പോൾ ഈസിയായിട്ട് ആളുകളെ കാണാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അപ്പം ഈസിയാണ് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ. പിന്നെ ഒരു കമൻറ്റ് ഒരാൾ വന്നിട്ടാൽ അതിൻ്റെ അടിയിൽ അവർ ഇന്നേവരെ കണ്ടു പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ ഒന്ന് റിപ്ലൈ ചെയ്യുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പണ്ടത്തെ ഈ ഇരുന്ന് ചർച്ച ചെയ്യലും ഒരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞിരുന്ന സംഭവം ഇപ്പം ഇല്ലെന്നല്ല, അത് കുറഞ്ഞിട്ടുണ്ട്. ആ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നു. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അവർക്ക് പറയാനായിട്ട് ഇപ്പം കൂട്ടം കൂടിയിരിക്കാനുള്ള സൗകര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നുമില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലായി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയുന്നില്ല, അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളെ നമ്മൾ എടുത്ത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഗ്ലൂ എന്ന സിനിമയായി ബന്ധപ്പെട്ട ദേവനന്ദ എന്ന ആ ചെറിയ കുട്ടി ആർട്ടിസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ് ആ കുട്ടി നേരിട്ടിരുന്നു. അതിനെതിരെ ആ കുട്ടിയുടെ അച്ഛൻ കേസ് കൊടുക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കുട്ടികളടക്കം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുക. അപ്പോൾ കുട്ടികളടക്കം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും എന്ന തരത്തിലുള്ള ഒരുപാട് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിലാണോ ഉള്ളത് ഇപ്പോൾ? അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു സോഷ്യൽ മീഡിയയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. കുട്ടികളാണ്, അവർ വളരുന്നു, അവർ ഗെയിംസ് കളിക്കുന്നു, അവർ അവരുടേതായിട്ടുള്ള സൈക്കിൾ ഓട്ടാൻ പഠിക്കുന്നു, അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഡെവലപ്പ് ആവുകയാണ്. 18 വയസ്സിന് ശേഷമാണ് നമ്മൾ അഡൾട്ട് എന്ന് പറയുക. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങാൻ തന്നെ ഇതുള്ളത്. അത് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്കിപ്പം ഈ നമ്മുടെ നാട്ടിൽ പോൺ ഇൻഡസ്ട്രി ഉണ്ട്, മറ്റ് അങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഏതൊക്കെയോ വീട്ടിൽ കുട്ടികളുണ്ടെന്ന് കരുതി അതൊക്കെ നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമല്ലേ. അത് അവരുടെ ജീവിതമല്ലേ, അത് അവരുടെ ഒരു ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ കുട്ടികളെന്ന് പറയുന്നത് ഈ 18 വയസ്സ് താഴെയുള്ളവരാണ്. 18 തൊട്ട് 90 വയസ്സ് വരെ ഉള്ളൊരു പ്രായമുള്ളവരാണ്. ഓക്കെ, അപ്പം കുട്ടികളെ കാണിക്കേണ്ടത് കുട്ടികളെ കാണിക്കുക. എന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ കുട്ടിയുണ്ടോ, നീ അങ്ങനെ ഇടാൻ പാടില്ല, നീ ആ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാനുള്ളത്? കാരണം സ്ലീവ്ലെസ് ഇട്ടത് കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അതല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്ത് ഇങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. അപ്പം കുട്ടികളെ വളർത്തുക. പിന്നെ അങ്ങനെ പേരൻറ്റിങ്ങിനാണൊരു ഇമ്പോർട്ടൻസ് അതിനകത്ത് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സോഷ്യൽ മീഡിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല.
ഓക്കെ, അപ്പൊ നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. അപ്പൊ പാരന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ അടുത്ത് നിരവധി കേസുകൾ പത്രങ്ങളും മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇപ്പൊ ഈ അടുത്ത് തന്നെ കൊച്ചിയിൽ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന രീതിയിലുള്ള വാർത്ത വന്നു. അതുപോലെ തന്നെ പനമ്പള്ളി നഗറിൽ ഒരു കുട്ടിയെ ഒരു 21 വയസ്സുകാരി എറിഞ്ഞു കൊന്നു. ആ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതിപ്പം ഒരു മാതാപിതാക്കളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമില്ലാതാകുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ഒരു വലിയ സന്ദർഭങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയൊരു സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കളോട് ഈ കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സത്യത്തിൽ. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇത്രയൊക്കെ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇത്രയൊക്കെ ഇത് ഇൻസ്റ്റാഗ്രാംസ് ഇതൊക്കെ ഇൻഫ്ലുവൻസിങ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇന്നും പെണ്ണാണ്, പെണ്ണുങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി കുറേ പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കുറേ കമൻറ്റ് തന്നെ കണ്ടാൽ അറിയാം. കാലം മാറുമ്പോൾ പെണ്ണുങ്ങളെ അടിച്ചു താഴ്ത്താൻ വേണ്ടി വന്ന് കമൻറ്റ് ഇടുന്ന പോലെയാണ് പലരും കമൻറ്റ് ഇടുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണം എൻ്റെ മോളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എൻ്റെ മോൾ ഇങ്ങനെ ചെയ്താൽ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നുള്ള ചിന്ത ചിലപ്പോൾ ഈ പേരൻസിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഈ റെസ്ട്രിക്ഷൻസ് പെൺകുട്ടികൾക്ക് വെക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് എന്താ നമ്മളോട് പറയാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. ഒരു മോനുണ്ടെങ്കിൽ ഒരു മോളുണ്ടെങ്കിൽ അവരെന്ത് നമ്മളോട് വന്ന് പറയട്ടെ, ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളോ ക്ലാസ്സിൽ നടന്ന വഴക്കോ അല്ലെങ്കിൽ ആരുടെ ലവ് ലെറ്റർ തന്നാൽ അതോ ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്താൽ അത് നമുക്കത് മനസ്സിലാകും. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് കാര്യങ്ങൾ അറിയാനും പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളോട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിൽ അവരെ വളർത്തണം. അല്ലാതെ അടിക്കാനും തല്ലാനും കൊല്ലാനും ചെന്നാൽ അവർ നമ്മളറിയാതെ തെറ്റുകൾ ചെയ്യും. എനിക്കത് അങ്ങനെ തോന്നിയിട്ട്. അപ്പം അങ്ങനെ ഒരു പരിധി വരെ അതൊക്കെ സോൾവ് ചെയ്യാം. ചിലപ്പം ഇതൊക്കെ പറയാത്തത് അയ്യോ എൻ്റെ അച്ഛനും അമ്മ എന്ത് വിചാരിക്കും, അവരെന്നെപ്പറ്റി ഞാൻ മോശക്കാരിയെന്ന് ചിന്തിക്കത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ളതുകൊണ്ടായിരിക്കാം. അപ്പം അതിനുള്ള സ്വാതന്ത്ര്യം പേരൻസ് കൊടുക്കണം സ്വന്തം മകൾക്ക്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മോഡൽ എന്ന രീതിയിൽ ഇന്ന് സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് അല്ലാതെ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ആർട്ടിസ്റ്റ് മോഡൽസ് അല്ലാത്ത സ്ത്രീകൾ, അങ്ങനെ ആർട്ടിസ്റ്റ് മോഡൽ എന്ന് മാത്രമൊന്നുമില്ല. പൊതുവേ സ്ത്രീകൾ ഇപ്പോൾ എത്ര ലൈഫ് മുന്നോട്ട് പോയാലും ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഒരു പെണ്ണൊറ്റയ്ക്കാണെങ്കിൽ ഒരു 100 ചോദ്യങ്ങളുണ്ടാവും. അപ്പം ആ ഒരു ചോദ്യങ്ങൾ മറികടന്നാണ് നമ്മൾക്കൊരു വീട് പോലും വാടകയ്ക്ക് കിട്ടുന്നത്. അതിപ്പോൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്താണെങ്കിലും ഒരു ലേഡി ഒറ്റയ്ക്കാണോ, ഒരു സ്പിൻസ്റ്റർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമാരീഡ് ആണോ, ഓക്കെ ഇത്രേ ഏജേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അന്വേഷണങ്ങളായി കാര്യങ്ങളായി അങ്ങനെയൊക്കെ അങ്ങ് പോവും. അപ്പോൾ അത് എന്തോ മെൻറ്റാലിറ്റിയുടെ ആയിരിക്കും. പക്ഷേ മറ്റ് സ്റ്റേറ്റിലൊന്നും ഈ പ്രശ്നങ്ങൾ ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത സമയത്തൊന്നും കണ്ടിട്ടില്ല. അവിടെയൊക്കെ ഓക്കെ ജസ്റ്റ് ID പ്രൂഫ് വാങ്ങുന്നു, വീട് വാടകയ്ക്ക് കൊടുക്കുന്നു, അത്ര മാത്രമേ അവിടെയൊക്കെ നടക്കുന്നുള്ളൂ. ഇവിടെ ആവശ്യമില്ലാത്ത ചൊറിച്ചിലാണ് ചോദ്യം ചോദിച്ച് നമുക്ക് തരുമോ, ഇനി ഞാൻ വല്ല തെറ്റും ചെയ്തോ, അങ്ങനെ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് യഥാർത്ഥത്തിൽ നേഹ റോസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ കൊച്ചിയിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? കൊച്ചിയിൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിട്ടില്ല. കാരണം എൻ്റെ ഹൗസ് ഓണർ വളരെ നല്ല സ്വീറ്റായിട്ടൊരു ചേച്ചിയാണ്. പിന്നെ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അതല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പലപ്പോഴും നേരിടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ തന്നെ യാത്ര ചെയ്യുന്നു, തന്നെ ജീവിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്നുള്ളൊരു നോട്ടം എല്ലാവർക്കും ഉണ്ടാകും. അത് ഇവിടെ വന്ന സമയങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ കാലക്രമേണ അത് മാറി. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഏതെങ്കിലും മറ്റ് സ്ത്രീകളോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ ചിലരെ അവിടെ എത്തിനോട്ടം ഉണ്ടായിരിക്കും, ഒറ്റയ്ക്കാണ് അങ്ങനത്തെ ഒരു പരിപാടി, കലാപരിപാടി ഉണ്ടായിരിക്കും. അതാണ് മെയിൻ. അതല്ലാതെ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം റീൽസാണ് അധികവും നമ്മൾ എൻ്റർടൈനിങ് ഒരു പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റീൽസ് ഇടുമ്പോൾ ആൺകുട്ടികൾ ഡാൻസ് കളിച്ച് റീൽസ് ഇടുന്ന അതേപോലെ തന്നെ പെൺകുട്ടികൾ ഡാൻസ് കളിച്ച് റീൽസ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു രസകരമായിട്ടൊരു റീൽസ് ഇടുമ്പോൾ അതിന് ഏറ്റവും ഫോക്കസ്ഡ് ആയി മാറുന്നത് ഈ കഴുത്തിന് താഴേക്കുള്ള ബോഡി പാർട്സ് ആയിരിക്കും. അത് നമ്മുടെ ഡ്രസ്സിങ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നെങ്കിൽ നോക്ക് അത് കണ്ടില്ലേ, ലൈക്ക് ആ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ബോഡി പാർട്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ കഴിവോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഭംഗിയോ അതിനെക്കാട്ടി അപ്പുറം ആ ഒരു രീതിയിലേക്ക് ഈ കാലഘട്ടമായിട്ടും നമ്മുടെ ഈ യൂത്ത്, ഈ തലമുറ അതിനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നോക്കിക്കാണുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ സമയം കളഞ്ഞിട്ടില്ല. കാരണം
പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിൻ്റെ ശരീരഘടന ഇങ്ങനെയാണ് എന്ന് അംഗീകരിക്കാൻ പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു സ്ത്രീയുടെ ശരീരഘടന ഇങ്ങനെയാണ്, ഒരു പുരുഷൻ്റെ ശരീരഘടന എങ്ങനെയാണ്, അത് രണ്ടും വ്യത്യസ്തമുണ്ട്. ആ വ്യത്യസ്തം അംഗീകരിക്കും. ഇപ്പം ഒരാൾക്ക് ഇത്രയും വണ്ണമുണ്ട്, അത് അവരുടെ കുറ്റമല്ല. അത്രയും വണ്ണം ഉണ്ടെന്ന് കരുതി ഒരു പാൻറ് ഇടാൻ പാടില്ല എന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് അവരുടെ ശരീരഘടനയെ അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരേണ്ടത്. പിന്നെ ഈ ആളുകൾ നോക്കുന്ന കാര്യം പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്യാവശ്യം മസിൽസ് ഒക്കെയുള്ള ആൺകുട്ടികളെ ഷർട്ട് ഊരിയിട്ട് നിന്ന് കളിയാക്കുന്നൊരു സ്വഭാവം ഇവിടെയുണ്ട്. ആ പെൺകുട്ടികളെ മാത്രമല്ല, കളിയാക്കുന്ന സ്വഭാവമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ മസിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ കുറ്റം പറയുന്നു. അതുപോലെ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ, അത് നമ്മുടെ ശരീരഭാഗങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഡാൻസ് കളിക്കുന്നു. അപ്പം ഇതിനകത്തൊന്നും വലിയ സംഭവമുള്ള കാര്യമല്ല. പക്ഷേ എന്തോ പെൺകുട്ടികൾ ഇങ്ങനെ അടിച്ചമർത്തി താഴ്ത്തുന്നത് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ സ്ത്രീകളും ഉണ്ട്. പിന്നെ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഡാൻസ് ശ്രദ്ധിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഭാഗത്തോട് തന്നെ ശ്രദ്ധിക്കുന്നത്? അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, അത് മറ്റൊന്നുമല്ല. പിന്നെ മറ്റൊരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരവരുടെ ചോയ്സാണ്. ഇപ്പം ഞാൻ റെഡ് ഇടണോ, ഞാൻ ബ്ലൂ ഇടണോ, ഞാൻ വൈറ്റ് ഇടണോ എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ട്, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതിന് അത്രയും അങ്ങേയറ്റത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാം. അതല്ലാതെ അതിനകത്ത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നിങ്ങളിത് ചിന്തിച്ചു നോക്കുക, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ റീൽ ഇടുന്ന കാര്യം പറഞ്ഞല്ലേ, ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളൊരു റീൽ ഇട്ടു, അത് കുറച്ച് ക്ലീവേജ് കാണുന്നൊരു റീലാണ്, കാണുന്നു. ഈ ക്ലീവേജ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കുള്ള കാര്യം തന്നെയാണ്. അപ്പം അത് നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് നോക്കിയാൽ റിപ്പോർട്ട് ആവില്ല ഇൻസ്റ്റാഗ്രാം. എന്തുകൊണ്ടാണ്? അങ്ങനെ ഇടാൻ പാടില്ല എന്നൊരു മാനദണ്ഡം സോഷ്യൽ മീഡിയയ്ക്കില്ല. അവരൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, ഇത് കാണിക്കരുത് അത് കാണിക്കരുത്. ഇപ്പം യൂട്യൂബ് ചാനലുള്ളൂ എനിക്ക്, അവർ എഴുതിയിട്ടുണ്ട് ഇന്നതാണ്, അങ്ങനെയാണ്, പോണോഗ്രഫി പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ മറ്റെന്ത് ചെയ്താലും റിപ്പോർട്ട് അടിച്ചാൽ പോലും അത് പോവില്ല. കാരണം അതൊക്കെ സർവ്വസാധാരണമായി മനുഷ്യന്മാരാണ് എന്നുള്ളൊരു ഇത് സോഷ്യൽ മീഡിയയ്ക്ക് വരെ അറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്യുക. അത്ര നമുക്ക് ചെയ്യാനുള്ളൂ.